ഹലോ ഗായ്സ്, ഞാൻ ഏജയ്ക്ക് ചുട്ടനാണ്. അപ്പൊ സോഷ്യൽ മീഡിയയില് ഞാൻ വൈറലാവാനും ഫേമസ് ആവാനും വേണ്ടിട്ട് ഒരുപാട് മോശമായിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. തെറി വിളിച്ചിട്ടുണ്ട്, അതും പറഞ്ഞിട്ട് പൊട്ട വീഡിയോസ് ഒരുപാട് ഇട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏജയ്ക്ക് ചുട്ടന്റെ വീഡിയോസ് എടുത്തതിന് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കളിയാക്കലാണ്. ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ, നമ്മുടെ അഭിമാനം നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ എന്തൊക്കെ റീച്ച് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. എല്ലാവരും നമ്മളെ കളിയാക്കത്തുള്ളൂ. അത് വേറെ കേസ്, ഞാൻ പഠിച്ച കാര്യമാണ്. ഇപ്പോ രണ്ട് മാനസിക രോഗികള് മലപ്പുറത്തിന്റെ വില കളയാനായിട്ട് രണ്ടെണ്ണം ഇറങ്ങിയിട്ടുണ്ട്. പാണ്ടിക്കാട് കുഞ്ഞാപ്പും ഷാജഹാനും. എടാ പൊട്ടന്മാരെ, നിങ്ങൾ പോത്ത് പോലെ വളർന്നില്ലേ? എന്നിട്ടാണോ നിങ്ങൾ ഈ 10ാം ക്ലാസ് പിള്ളേരൊക്കെ ചെറിയ പിള്ളേരൊക്കെ ചെറുപ്പത്തിൽ തല്ലുകൂടുന്ന പോലെ പാൽക്കുപ്പികളുടെ പോലെ കിടന്ന് തല്ലുകൂടാൻ നിൽക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങള് ഫാമിലി ആയിട്ട് ജീവിക്കുന്നതാ. ഈ പാണ്ടിക്കാട് കുഞ്ഞാപ്പായാലും ഈ ഷാജഹാനായാലും നിങ്ങളെ മക്കള് നാളെ സ്കൂളിൽ പോകുമ്പോ അവരെത്ര പേര് കളിയാക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മലപ്പുറംകാരൊക്കെ നിങ്ങൾക്ക് എതിരാണ്. ഈ പാണ്ടിക്കാട് കുഞ്ഞാപ്പൂനും നമ്മുടെ ഷാജഹാനും എതിരാണ്, എല്ലാവരും എതിരാണ്. എന്നിട്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? പിന്നെ നീ ചെയ്ത തെണ്ടിതരത്തിനാണ് തൊപ്പി തെറി വിളിച്ചത്, അല്ലാതെ വേറൊന്നിനും കൊണ്ടല്ല നിന്റെ അപ്പനെ വിളിച്ചത്. അത് നീ തിരിച്ചു വിളിക്കുകയും ചെയ്തു. ആ പ്രശ്നം അവിടെ തീർന്നു. എന്നിട്ട് റീച്ച് മൂഞ്ചാൻ വേണ്ടിയിട്ട് ഈ 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് ഇവന്. എന്നിട്ട് റീച്ച് മൂഞ്ചാൻ വേണ്ടിയിട്ട് തൊപ്പിയുടെ വീടിന്റെ ഉമ്മർത്ത് പോയി അവനെ തല്ലാൻ വേണ്ടിയിട്ട്. എടാ, ഇത്തിരി സാമാന്യ ബോധം വെച്ച് ചിന്തിക്കറാ. ഈ അഭിമാനം വിറ്റ് കളിയാക്കല് കേട്ടിട്ട് എത്ര പൈസ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യമുണ്ടാ? ഒരു കാര്യമില്ല. പുറത്തിറങ്ങുമ്പോ നമ്മൾ നാണം കെട്ട് ജീവിക്കത്തുള്ളൂ. നാളെ നമ്മുടെ പിള്ളേര് നമ്മളെ കളിയാക്കും. നമ്മളെ പിള്ളേര് വരെ നമ്മളെ ചിലപ്പോ കളിയാക്കും, മക്കള് വരെ. ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് എന്റെ പാടത്തിൽ നിന്ന്. അപ്പോ പാണ്ടിക്കാട് കുഞ്ഞാപ്പായാലും ആരായാലും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കാണുന്ന, അതായത് കോമാളികളെ പോലെ നിൽക്കുന്ന ആൾക്കാർ കുറെ പേര് ഈ വീഡിയോ കണ്ടാവും. അവര് ഒക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഭാവിയിൽ ഇതൊക്കെ നമ്മളെ ദോഷം ചെയ്യും. അപ്പോ ഓക്കെ, ബൈ.